മുരിങ്ങാപ്പൂ തോരൻ ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ മുരിങ്ങാപ്പൂവ് കൊണ്ടുള്ള തോരൻ കഴിച്ചിട്ടില്ല. പിന്നെ വളരെ അപൂർവമായിട്ടാണ് മുരിങ്ങാക്കോലൊക്കെ ഉണ്ടാക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ മുരിങ്ങാക്കോല് വേണം എന്ന് അപ്പം എപ്പോഴും പറയും, അല്ലെങ്കിൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നാടൻ മുരിങ്ങാക്കോല് നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. നമ്മുടെ ഇവിടെ മുരിങ്ങ നട്ടിട്ടും അങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മുരിങ്ങാക്കോല് വെച്ചിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ മുരിങ്ങാപ്പൂ വെച്ചിട്ട് ഇന്നേ വരെ അങ്ങനെ കറി വെച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ ഡെലീഷ്യസ് ആയിരുന്നു. നല്ല രസമായിട്ട് ഞാൻ കഴിച്ചു, നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ നിന്നാണ് ഈ മുരിങ്ങാപ്പൂവ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം താങ്ക്സ് അടുത്ത വീട്ടിലെ ചേട്ടനും ചേച്ചിക്കും പ്രത്യേകം താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ മുരിങ്ങാപ്പൂ തോരൻ എനിക്ക് കഴിക്കാൻ പറ്റിയത്. അത്രയും രുചികരമാണെന്ന് അറിഞ്ഞതും ഇപ്പോഴാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ അധികം നമുക്ക് കിട്ടണമെന്നില്ല. കാരണം മുരിങ്ങാപ്പൂ നമ്മൾ അങ്ങനെ പറിച്ച് കളയാൻ നമുക്ക് തോന്നില്ലല്ലോ. കളയല്ല, പറിച്ച് കറി വെക്കാനാണെങ്കിലും നമുക്ക് അധികം പറിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ അടുത്ത വീട്ടിലെ സുനിലേട്ടന് ഇതിങ്ങനെ തന്നത് കാരണം എനിക്കിത് കഴിക്കാനായിട്ട് സാധിച്ചു. അതിൽ പ്രത്യേകം താങ്ക്സ് ഉണ്ട്. മുരിങ്ങാപ്പൂ കൊണ്ട് കറി വെച്ചിട്ടുള്ളവർ വേഗം തന്നെ താഴെ കമൻറ്റ് ചെയ്തോ കേട്ടോ.